കാര്യങ്ങളാണ്. ജനസംഖ്യാ നിയന്ത്രണം കൊണ്ട് ഏതെങ്കിലും ജനതയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരു വികസിത സമൂഹത്തിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന കാര്യമല്ല. മറിച്ച് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് മെച്ചപ്പെടുത്തണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മുൻകൈ എടുക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണം, ഗവൺമെൻറ് തയ്യാറാവണം, ഉദ്യോഗസ്ഥരും അനുദ്യോഗസ്ഥരും ഒക്കെ തയ്യാറായെങ്കിൽ മാത്രമേ ഈ രംഗത്ത് ഒരു പുരോഗതി ഉണ്ടാവൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും കുറുക്ക് വഴികൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. People choose to have birth control. Yes, the government has an obligation to offer the facilities. But to enforce and impose birth control measures on anybody is wrong, and it's doubly wrong on a vulnerable tribal community. ആദിവാസികളുടെ ആരോഗ്യശേഷി കുറവാണെന്ന് അധികൃതർ തന്നെ സമ്മതിക്കുമ്പോൾ ഇവർക്കായി നടപ്പാക്കിയ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ചെന്നെത്തിയത് യഥാർത്ഥത്തിൽ ആരുടെ കൈകളിലാണ്? സമ്മർദ്ദം ചെലുത്തിയും നഷ്ടപരിഹാരം നൽകി പ്രലോഭിപ്പിച്ചും വന്ധ്യംകരണ ക്യാമ്പുകളിൽ കണക്ക് തുകയ്ക്കാൻ ശ്രമിക്കുന്നതിലെ ജാഗ്രത ആരോഗ്യ പ്രവർത്തകർ ഇക്കാര്യത്തിൽ പുലർത്തുന്നുണ്ട്. വന്ധ്യംകരണ നടപടികളിൽ അധികൃതർ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ആദിമ ജനതയുടെ മറ്റ് സാമൂഹിക സുരക്ഷാ പരിപാടികളിലല്ലേ അനുവർത്തിക്കേണ്ടത്? നീറുന്ന നിരവധി ആദിവാസി പ്രശ്നങ്ങൾക്കിടയിൽ പലരും കാണാതെ പോകുന്ന ഒരേട് മറിച്ചു നോക്കാനാണ് ഞങ്ങളിവിടെ ശ്രമിച്ചത്. മറ്റൊരു വിഷയത്തിന്റെ അകവും പുറവും തേടുന്ന സമഗ്രാന്വേഷണവുമായി അടുത്ത ലക്കം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.